ഹായ് എല്ലാ കൂട്ടുകാർക്കും സന വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 2025 മോഡൽ അപ്ഡേറ്റഡ് ടാറ്റ നെക്സോണിന്റെ ക്രിയേറ്റീവ് വേരിയന്റ് ആണ്. ഒരു മിഡ് വേരിയന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ അപ്ഡേറ്റഡ് വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് വരുന്നത്, എത്രയാണ് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2025 മോഡൽ അപ്ഡേറ്റഡ് ക്രിയേറ്റീവ് വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പുതിയ കളറ് അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് തരുന്നുണ്ട്. ഗ്രാസ് ലാൻഡ് ബേജ് എന്നാണ് ഈ കളറിന് ടാറ്റ പറയുന്നത്. ഒരു എന്താ പറയുക, ഒരു ഗോൾഡൻ ടച്ചൊക്കെ ഉള്ള ഒരു കളറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു ബ്ലാക്ക് കോമ്പിനേഷൻ ഈ കളറിൽ നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ബ്ലാക്ക് ആൻഡ് ഗ്രാസ് ലാൻഡ് ബേജ് കളർ ഒരു ഡ്യുവൽ ടോൺ എന്നുള്ള രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ടോപ്പിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി റോഡ് പ്രസൻസ് തരും ഈ ഒരു കളർ. ഈ വേരിയന്റിന്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് കീ വരുന്നത്. ടോപ്പ് എൻഡിലൊക്കെ കാണുന്ന ഒരു സെയിം കീ തന്നെ കൊടുത്തിരിക്കുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഫോളോ മീ ഹെഡ് ലാമ്പിൻ്റെ ഓപ്ഷനോട് കൂടിയ ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള 2 കീ ആണ് കൊടുത്തിരിക്കുന്നത്. ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നെക്സോണിൻ്റെ ഹൈലൈറ്റ് ആയ ഒരു DRL കൊടുത്തിരിക്കുന്നു ടോപ്പിലായിട്ട്. അത് 10 ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് നമുക്ക് ഹെഡ്ലൈറ്റ് കാണാം. അത് LED ഹെഡ്ലൈറ്റുകളാണ്. ബൈസൺ ഹെഡ്ലൈറ്റ് അല്ല, നോർമൽ LED ഹെഡ്ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ബൈസൺ ഹെഡ്ലൈറ്റ് വരുന്നത് ക്രിയേറ്റീവ് പ്ലസ് വേരിയൻ്റ് തൊട്ടിട്ടാണ്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. ഫോഗ് ലൈറ്റ് വരുന്നില്ല. ഫോഗ് ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറൈഡ് ചെയ്യാം. ഫ്രണ്ടിൽ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് ഗ്രില്ല് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. താഴെ നമുക്കൊരു സിൽവർ ഫിനിഷിൽ സ്കിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു. 208 mm ആണ് നെക്സോണിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഈ ഒരു വേരിയൻറ്റിൽ 360 ക്യാമറ വരുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ട് ക്യാമറ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൻ്റെ ടോപ്പിലായിട്ട് ആ ഒരു ബ്ലാക്ക് ഫിനിഷിനകത്ത് ടാറ്റയുടെ പുതിയ ലോഗോ കൊടുത്തിരിക്കുന്നു. വേറെ ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു മിഡ് വേരിയൻ്റ് ആണെന്ന് ആരും പറയില്ല. ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്ക് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ടയേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് എൻഡിൽ വരുന്ന ഒരു സെയിം അലോയ്സ് തന്നെ കൊടുത്തിരിക്കുന്നു. 215/60 R16 ആണ് ടയർ സൈസ്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. ഈ ഒരു വേരിയന്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെ സെയിം അലോയ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നടുക്ക് ടാറ്റയുടെ ഒരു ലോഗോ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. മിറേഴ്സിൽ നമുക്ക് LED 10 ഇൻഡിക്കേറ്റേഴ്സ് ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട്. 360 ക്യാമറയും വരുന്നുണ്ട്. ഈ കീയിൽ നമ്മൾക്ക് ഓട്ടോ ഫോൾഡിങ്ങിൻ്റെ ഓപ്ഷൻസും വരുന്നതാണ്. ലോക്ക് ചെയ്യുമ്പോൾ അത് അൺഫോൾഡ് ആവുന്നത് കാണാം. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. അത്യാവശ്യം വലിപ്പമുള്ള വാഹനം തന്നെയാണ് നെക്സോൺ. 2500 mm ആണ് നെക്സോണിൻ്റെ വീൽ ബേസ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഇന്റീരിയർ സ്പേസ് വരുന്നുണ്ട്. ഈ സെഗ്മെന്റിലെ എല്ലാ വാഹനങ്ങൾക്കും ഓൾമോസ്റ്റ് 2500 mm തന്നെയാണ് വീൽ ബേസ് വരുന്നത്. വശങ്ങളിൽ ചുറ്റൂറും നമുക്കൊരു ബ്ലാക്ക് ഫിനിഷ് പോകുന്നത് കാണാം. ഇവിടെ താഴെ നമുക്കൊരു ഡോർ ഗാർഡ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ നമുക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇതിൽ കീലെസ് എൻട്രി റിക്വസ്റ്റ് സെൻസർ വരുന്നില്ല. ഈ ഒരു താഴത്തെ പോർഷനിൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് ലൈൻ പോകുന്നത് കാണാം. അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. നമ്മുടെ ബി പില്ലറും സി പില്ലറിൻ്റെ കോർണറിലും ഒരു ബ്ലാക്ക് ഫിനിഷ് തന്നെ കൊടുത്തിരിക്കുന്നു. റൂഫ് റെയിൽസ് വരുന്നുണ്ട്. അതൊരു സിൽവർ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ ബ്ലാക്ക് ഫിനിഷിൽ ഷാർഫിൻ ആൻറ്റിന കാണാം. സൺ റൂഫ് ഈ വേരിയൻറ്റിൽ വരുന്നില്ല. ക്രിയേറ്റീവ് വേരിയൻറ്റ് വരുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് സൺ റൂഫും കാണാവുന്നതാണ്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ നെക്സോണിൻ്റെയും ബാക്കിൽ നിന്നുള്ള ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇപ്പോൾ ഈ ഒരു വേരിയൻറ്റിൽ നമ്മൾക്ക് ബാക്കിൽ കണക്റ്റഡ് ടൈലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അത് വരുന്നത് നമ്മളുടെ ക്രിയേറ്റീവ് പ്ലസ് വേരിയൻറ്റ് തൊട്ടിട്ടാണ്. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിൽ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ബാക്കിൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ എൻഡിലെല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇതിൽ ബാക്കിൽ വൈപ്പർ വരുന്നുണ്ട്. അതകത്ത് കയറി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ ഡീഫോഗർ വരുന്നില്ല. വൈപ്പറും വാഷറും മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ടെയിൽ ലൈറ്റ് നമുക്ക് കണക്റ്റഡ് ടൈലൈറ്റ് ആദ്യം പറഞ്ഞ രീതി വരുന്നില്ല. ജസ്റ്റ് റിഫ്ലക്ടേഴ്സ് മാത്രമാണ്. ഇവിടെ നമുക്കൊരു ഹൈ മൗണ്ടഡ് സെൻറ്റർ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് ഈ ഒരു പോർഷനിൽ കൊടുത്തിരിക്കുന്നു. ലോഗോ. അതിന് താഴെ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. നല്ല HD ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യും. ഇതിനകത്തായിട്ടാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. റിവേഴ്സ് ലൈറ്റ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ റിഫ്ലക്ടേഴ്സ് കാണാം. ബാക്കിൽ 2 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷിൽ സ്കിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നെക്സോണിൻ്റെ എല്ലാ വേരിയൻറ്റുകളിലും ബാക്കിൽ നിന്നുള്ള ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇനി ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. 382 ലിറ്ററിൻ്റെ സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ് വരുന്നത്. ഒരു ബൂട്ട് ലാമ്പ് വരുന്നുണ്ട്. പാഴ്സൽ ട്രേ കാര്യങ്ങളൊന്നും തന്നെ വേരിയൻറ്റിൽ വരുന്നില്ല. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്. സെൻറ്റർ പാസഞ്ചർ ഹെഡ് റെസ്റ്റും വരുന്നില്ല. 60/40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻസും വരുന്നില്ല. 60/40 സ്പ്ലിറ്റ് സീറ്റ് കാര്യങ്ങൾ ക്രിയേറ്റീവ് പ്ലസ് വേരിയൻറ്റ് തൊട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ നമുക്ക്
ബേസ് വേരിയൻറ്റിലൊക്കെ വരുന്ന 195 സെഷൻ ടയറുകളാണ് സ്പെയർ വീലിന് കൊടുത്തിരിക്കുന്നത്. ഒരു സ്റ്റീൽ വീൽസ് കൊടുത്തിരിക്കുന്നു. വേറെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും ബൂട്ടിൽ വരുന്നില്ല. അത്യാവശ്യം വലിപ്പമുള്ള സ്ക്വയറിഷ് ആയിട്ടുള്ള ബൂട്ടുകളാണ്. ലോഡിംഗ് ലിപ്പ് കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് വരുന്നില്ല. നമുക്കിവിടെ വലിച്ചടയ്ക്കാനായിട്ട് ഒരു ഹാൻഡിൽ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്വസ്റ്റ് സെൻസർ ഇതിനകത്ത് വരുന്നില്ല. കാര്യം നമുക്ക് ഫുള്ളി ഫങ്ഷണൽ റിമോട്ട് കീ ഒക്കെ വരുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഈ വേരിയൻറ്റിൽ റിക്വസ്റ്റ് സെൻസർ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ റിമോട്ടിൽ അൺലോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ഇന്റീരിയർ വരുന്നത്. സെൻറ്റർ പോർഷനിൽ മാത്രം ഒരു വൈറ്റ് ലൈൻസ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ടോപ്പിലായിട്ട് ഒരു സിൽവർ ലൈൻസും കാണാം. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡുവൽ ടോൺ കളറിൽ ഡോർ പാഡ് കൊടുത്തിരിക്കുന്നു. ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, സോഫ്റ്റ് ടച്ച് ഒന്നും തന്നെ വരുന്നില്ല. ഇവിടെ നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാണാം. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം. അതിനകത്ത് ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ വരുന്നുണ്ട്. അകത്തെ ഡോർ ഹാൻഡിൽസ് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ്. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ടൂട്ടർ ഗില്ല് മാത്രമുള്ള ടൂട്ടർ വരുന്നില്ല. 4 സ്പീക്കർ മാത്രമാണ് മ്യൂസിക് സിസ്റ്റത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് റിഫ്ലക്ടേഴ്സും കാണാം. കപ്പ് ഹോൾഡേഴ്സ്, അംബർല ഹോൾഡർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് സീറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടൊക്കെ ഉള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ നമുക്കൊരു ഓഫ് വൈറ്റ് ഫിനിഷിംഗ് കാണാം. 6 എയർ ബാഗ് വരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്യൂവൽ ലിഡ് ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെ താഴെയായിട്ടാണ് വരുന്നത്. ഇത് AMT വേരിയൻ്റ് ആണ്. അതിൻ്റെ എന്നാലും ഒരു ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. ഹുഡ് ഓപ്പൺ ചെയ്യാൻ ഇവിടെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം ചെറിയ സ്റ്റോറേജ് സ്പേസ് ആണ്. ക്രിയേറ്റീവ് വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കാണ് ഇൻറ്റീരിയർ തരുന്നത്. കാരണം നമുക്ക് ആ ഒരു വലിയ സ്ക്രീൻ വരുന്നു, ഇവിടെ ടച്ച് പാനൽസ് കൊടുത്തിരിക്കുന്നു, ക്രൂസ് കൺട്രോൾ വരുന്നു. അങ്ങനെ ടോപ്പ് എൻഡ് വാഹനത്തിൽ വരുന്ന ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സ് ഈ ഒരു വേരിയൻറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ അകത്തേക്ക് കയറി ഒറ്റ നോട്ടത്തിൽ ഒരു മിഡിൽ വേരിയൻ്റ് ആണെന്ന് ആരും പറയില്ല, ടോപ്പ് എൻഡ് ആണെന്നേ പറയത്തുള്ളൂ. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു സെയിം 2 സ്പോക്ക് ആയിട്ടുള്ള ബാക്ക് ലൈറ്റർ സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്താണ്. ടെലസ്കോപ്പിക്ക് വരുന്നില്ല. മൾട്ടി ഫംഗ്ഷനിലാണ്. ഇടതുവശത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൻ്റെ ഓപ്ഷൻസും വരുന്നുണ്ട്. ക്രൂസ് കൺട്രോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ ഒരു ക്രിയേറ്റീവ് വേരിയൻ്റ് തൊട്ടിട്ടാണ്. ഇടതുവശത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഇതിനകത്ത് ഓട്ടോ ഹെഡ്ലൈറ്റ്, ഓട്ടോ വൈപ്പേഴ്സ് ഒന്നും വരുന്നില്ല. അത് ഇതിൻ്റെ സൺറൂഫ് ഉള്ള ക്രിയേറ്റീവ് S വേരിയൻ്റ് തൊട്ടിട്ടാണ് വരുന്നത്. ഇതിപ്പോൾ AMT വേരിയൻ്റ് ആയതുകൊണ്ട് നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് കാണാം. ഇപ്പോൾ പാഡിൽ ഷിഫ്റ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ച് നല്ല അടിപൊളിയായിട്ട് വാഹനം ഓടിക്കാനായിട്ട് പറ്റും. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. RPM മീറ്ററും നമ്മളുടെ എൻജിൻ ടെമ്പറേച്ചർ, പിന്നെ ഫ്യൂവൽ ഗേജ് കാര്യങ്ങളെല്ലാം ഒരു ലൈറ്റിംഗ് ഫംഗ്ഷനോട് കൂടിയും നടുക്ക് അത്യാവശ്യം ഒരു 4mm ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് അത്യാവശ്യം ഇൻഫർമേഷൻസ് എല്ലാം അറിയാൻ പറ്റുന്നുണ്ട്. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ആവറേജ് ഫ്യൂവൽ ഡിസ്റ്റൻസ് ടു empty, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും അതിനകത്ത് അറിയാനായിട്ട് പറ്റും. കിലോമീറ്റർ നമുക്ക് ഒരു ഡിജിറ്റലായിട്ടാണ് അതിനകത്ത് കാണിക്കുന്നത്. നമ്മളുടെ ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സും നമുക്ക് അതിനകത്ത് അറിയാനായിട്ട് പറ്റും. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് എൻഡിലൊക്കെ കാണുന്ന ഒരു സെയിം 10.25 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ് വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്ത് നമുക്ക് 3 ബട്ടണുകളാണ് കൊടുത്തിരിക്കുന്നത് 360 ക്യാമറ ആക്സസ് ചെയ്യാൻ. ഒന്ന് നമ്മൾ ഈ വാഹനം റിവേഴ്സ് ഇടുമ്പോൾ 360 ക്യാമറ ആക്സസ് ആവും. പിന്നെ നമുക്ക് ഈ ഒരു ബട്ടണിൽ 360യുടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്ക്രീനിൽ നമുക്ക് 360 സറൗണ്ട് വ്യൂ എന്ന് പറഞ്ഞ് 360യുടെ ഒരു ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ 3 വേ നമുക്ക് വാഹനത്തിൻ്റെ 360 ക്യാമറ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള മ്യൂസിക് സിസ്റ്റമാണ്. നമുക്ക് 4 സ്പീക്കറാണ് വരുന്നത്. ട്യൂട്ടർ കാര്യങ്ങളൊന്നും ഈ വേരിയൻറ്റിൽ വരുന്നില്ല. ഇപ്പോൾ നമ്മളുടെ AC-യുടെ ക്ലൈമറ്റ് കൺട്രോൾ കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നതും ഈ ഒരു സ്ക്രീനിൽ നിന്ന് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇവിടെ കൺട്രോൾ ചെയ്താലും അതിൻ്റെ ഫംഗ്ഷൻ നമുക്ക് അറിയാൻ പറ്റുന്നത് നമ്മുടെ സ്ക്രീനിലാണ്. ടെമ്പറേച്ചർ ആണെങ്കിലും നമ്മളുടെ ഫാൻ സ്പീഡ് ആണെങ്കിലും എല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നത് ഈ സ്ക്രീനിലേക്കാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല മ്യൂസിക് ക്ലാരിറ്റി കാര്യങ്ങളാണ്. USB കണക്ട് ചെയ്ത് വീഡിയോ, ഫോട്ടോ ഒക്കെ പ്ലേ ചെയ്യാനായിട്ട് പറ്റും. ക്യാമറ ഒന്ന് ആക്സസ് ചെയ്ത് നോക്കാം. സറൗണ്ട് വ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് 360 ക്യാമറ ഫസ്റ്റ് ഇൻ്റർഫേസ് ചെയ്തത്. ഇത് 2D ആണ്. 3D മോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വാഹനത്തിൻ്റെ സറൗണ്ട് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. എല്ലാ വ്യൂവും നമുക്ക് ഇങ്ങനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും അതിനകത്ത്. പിന്നെ നമുക്ക് ഫ്രണ്ടിലെ 2 കോർണറുകൾ, ബാക്കിലെ കോർണറുകൾ, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിനകത്ത് അറിയാനായിട്ട്. ഈ ഒരു മോഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് ക്യാമറ, ബാക്ക് ക്യാമറ, വശങ്ങളിലെ ക്യാമറ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയാണ് മ്യൂസിക്. ഇതിൻ്റെ സൗണ്ട് വ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ഡെമോ ഒക്കെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് ഡെമോ ഉണ്ട്. ഡെമോ ഒക്കെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ കാര്യങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിന് താഴെ നമുക്കിവിടെ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ബ്ലാക്ക് ആണ്. ബ്ലാക്കിൽ ഒരു പ്രത്യേക ഒരു ടെക്സ്റ്റഡ് ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അതിന് താഴെ നമുക്കൊരു
വൈറ്റ് ആൻഡ് ഓഫ് വൈറ്റ് ഫിനിഷ് എന്നുള്ള രീതിയിലൊരു ലൈൻസ് കൊടുത്തിരിക്കുന്നു. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടച്ച് പാനൽ കാണാം. ഇതിനകത്താണ് AC-യുടെ മറ്റ് കൺട്രോളുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ടച്ച് പാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ ഒരു വേരിയൻറ്റ് തൊട്ടിട്ടാണ്. ഇതിനകത്ത് 360 ക്യാമറ, ലോക്ക് ആൻഡ് അൺലോക്ക്, ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഹസാർഡ് ലൈറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അതിന് താഴെ നമ്മുടെ AC-യുടെ ആ ഒരു കൺട്രോൾ കാര്യങ്ങളാണ് വരുന്നത്. അതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കാണാം. ഇവിടെ ഒരു USB കണക്ട് ചെയ്യാനും ഒരു Type-C ചാർജിംഗ് പോർട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് താഴെ നമ്മുടെ ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ഓട്ടോമാറ്റിക് AMT ആണെങ്കിലും DC ആണെങ്കിലും ഈ ഒരു സെയിം ഗിയർ ലിവറുകളാണ് വരുന്നത്. അതിനിപ്പോൾ ഇവിടുത്തെ ഒരു ഇൻഡിക്കേഷനിലൂടെ മാത്രമാണ് ഇത് ഏത് വേരിയൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ റിവേഴ്സൊക്കെ ആക്സസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ക്ലിക്കിൽ തന്നെ റിവേഴ്സിൻ്റെ ആക്സസ് കാര്യങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഡ്രൈവ് മോഡ് സെലക്ടർ സിറ്റി ഈക്കോ സ്പോട്ട്, ഇത് ഡിഫാൾട്ടായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് സിറ്റിയിലായിരിക്കും. പിന്നെ ഈക്കോ സ്പോട്ടിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാം. അത് നെക്സോണിൻ്റെ ബേസ് വേരിയൻ്റ് തൊട്ടേ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ ആംറെസ്റ്റ്, അതിൻ്റെ മുകളിൽ സോഫ്റ്റ് ടച്ച് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അകത്തും ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റും നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സൈഡ് ബ്ലോസ്റ്റിങ്ങോട് കൂടിയ നല്ല സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 6 എയർ ബാഗുകളാണ് അതിൻ്റെ ഒരു ബാഡ്ജിങ് ആണ്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവേഴ്സിൽ സൺവൈസേഴ്സ് വിത്ത് മിററാണ്. സെൻറ്റർ IRVMs, മാനുവൽ ഡിമിങ്ങൾ IRVMs ആണ്. നമുക്ക് സൺഗ്ലാസ് ഹോൾഡർ പോലുള്ള സംഭവങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. റീഡിംഗ് ലൈറ്റ് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ അകത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഇതൊരിക്കലും ഒരു മിഡ് വേരിയൻ്റ് എന്ന് പറയില്ല. ടോപ്പ് എൻഡിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സ് ഇതിനകത്ത് ടാറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഓൾമോസ്റ്റ് 90 ഡിഗ്രി വൈഡിലായിട്ട് ഡോർ തുറക്കാനായിട്ട് പറ്റും. ഡോർ പാഡ് നമുക്ക് ആ ഒരു ഡുവൽ ടോൺ കളറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഒരു വൈറ്റ് ഫിനിഷും കാണാം. ആ പിടിക്കുന്ന സ്ഥലം നമ്മൾ ഡോർ ഹാൻഡിലിൻ്റെ ഭാഗമാണ് നമുക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷ് വരുന്നത്. ഡോർ ഹാൻഡിൽസും മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ്. ടൂട്ടേഴ്സ് ഗ്രില്ല് മാത്രമേ കൊടുത്ത് ടൂട്ടേഴ്സ് വരുന്നില്ല. താഴെ സ്പീക്കേഴ്സ് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചാർജിംഗ് പോർട്ട് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. 3 പോയിന്റ് സീറ്റ് ബെൽറ്റുകൾ കാണാം. ഐസോഫിക് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ പാസഞ്ചറിന് ഹെഡ് റെസ്റ്റോ അല്ലെങ്കിൽ സെൻറ്റർ ആംറെസ്റ്റോ കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. നമ്മൾ അകത്തേക്ക് കയറി ഇരിക്കുകയാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 5-6 സെൻറ്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് ഉണ്ട്. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. പാഴ്സൽ ട്രേ ബാക്കിൽ വരുന്നില്ല. നെക്സോണിൻ്റെ ബാക്ക് സീറ്റ് ഈ ഒരു സെഗ്മെൻറ്റിൽ മോസ്റ്റ് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ബാക്ക് സീറ്റ് ശരിക്കും നെക്സോണിൻ്റെ തന്നെയാണ്. നെക്സോണിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് വേരിയൻ്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, അങ്ങനെ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് നമ്മുടെ ടാറ്റ നെക്സോൺ. അത് ടാറ്റയുടെ എല്ലാ വാഹനങ്ങളിലും കയറിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും ഇത് സ്ട്രോങ് ആൻഡ് സോളിഡ് ആയിട്ടുള്ള ഒരു വാഹനമാണെന്ന്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 1.2 ലിറ്റർ 3 സിലിണ്ടർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനും 1.5 ലിറ്റർ 4 സിലിണ്ടർ ടർബോ ചാർജ് ഡീസൽ എഞ്ചിനിലുമാണ് നെക്സോണിൻ്റെ എല്ലാ വേരിയന്റുകളും വരുന്നത്. ക്രിയേറ്റീവ് വേരിയന്റിൽ നമുക്ക് പെട്രോൾ എഞ്ചിനിൽ 6 സ്പീഡ് മാനുവലും 6 സ്പീഡ് AMT ഗിയർ ബോക്സും അവൈലബിൾ ആണ്. ഡീസലിലും 6 സ്പീഡ് മാനുവലും 6 സ്പീഡ് AMTയും വരുന്നുണ്ട്. പെട്രോൾ എഞ്ചിൻ ഒരു 120 HP പവർ വരുന്ന 170 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. അത് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 17ഒക്കെയാണ്. റിയൽ ലൈഫിൽ ഒരു 13-14 ഇടയ്ക്കൊക്കെ മൈലേജ് ലഭിക്കും. ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് ഓട്ടമുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഡീസലിലേക്ക് പോകാം. ഡീസൽ അറൗണ്ട് 115 HP പവർ വരുന്ന 270 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന നല്ല പെപ്പി ആയിട്ടുള്ള ഒരു ഡീസൽ എഞ്ചിനാണ്. മൈലേജ് ആണെങ്കിൽ നല്ല മൈലേജ് ഉണ്ട്. 24ഒക്കെയാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ഒരു 18-20 ഇടയ്ക്കൊക്കെ എന്താണെങ്കിലും മൈലേജ് കിട്ടും. ഇപ്പോൾ ഡീസൽ നെക്സോൺ ഉപയോഗിക്കുന്നവർക്കൊക്കെ ആവറേജ് 20 മൈലേജ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഓട്ടോ ഉള്ള ഒരാൾക്കാരാണെങ്കിൽ ഐദർ ഡീസൽ പോവുക, അതല്ലെങ്കിൽ CNG വരുന്നുണ്ട്. ഈ സെയിം നെക്സോൺ സെയിം 1.2 പെട്രോൾ എഞ്ചിൻ്റെ കമ്പൈൻ ചെയ്ത് CNG വരുന്നുണ്ട്. അതിന് 27-30 അങ്ങോട്ടൊക്കെയാണ് മൈലേജ് പറയുന്നത്. പക്ഷെ പവർ 100 HP അടുത്ത് താഴെ എങ്ങാണ്ടാണ് വരുന്നുള്ളൂ. കാരണം CNGയിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പവർ കുറയും എന്ന് എനിക്കറിയാം. CNGയിൽ ഓട്ടോമാറ്റിക് വരുന്നില്ല, മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതിനകത്തൊരു DCA വരുന്നുണ്ട് നെക്സോണിൽ. DCA ഗിയർ ബോക്സ് ഉള്ള വാഹനം വേണമെങ്കിൽ ക്രിയേറ്റീവ് പ്ലസ് സൺറൂഫ് ഉള്ള വേരിയൻ്റ് എടുക്കണം. പനോർമിക് സൺറൂഫ് ഉള്ള വേരിയൻറ്റിലാണ് നമ്മൾക്ക് DCA ഗിയർ ബോക്സ് ഉള്ള വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. ക്രിയേറ്റീവ് വേരിയൻറ്റിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രിയേറ്റീവ് വേരിയൻറ്റിന് കുറച്ചധികം പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്തു എങ്കിലും പ്രൈസിൽ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും ടാറ്റ കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ പെട്രോൾ മാനുവൽ വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 13 ലക്ഷം രൂപയാണ്. ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പെട്രോൾ AMT വേരിയൻ്റ് ആണ്. ഇതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 13,90,000 രൂപ.
ഡീസൽ മാനുവൽ വേരിയന്റിന് 14,70,50,000 രൂപയും ഡീസൽ ഓട്ടോമാറ്റിക് അതായത് AMT വേരിയന്റിന് 15,50,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഈ ക്രിയേറ്റീവ് വേരിയന്റിൽ തന്നെ നമ്മൾക്ക് ക്രിയേറ്റീവ് എസ് എന്ന് പറഞ്ഞ സൺറൂഫ് ഉള്ള വേരിയന്റ് വരുന്നുണ്ട്. അത് സിംഗിൾ ഡിൻ ചെറിയ സൺറൂഫാണ്. ആ വേരിയന്റിന്റെ പെട്രോൾ മാനുവലിന് ഏകദേശം 13,40,000 രൂപയും പെട്രോൾ ഓട്ടോമാറ്റിക്കിന് 14,25,000 രൂപയും. അതായത് സൺറൂഫ് ഉള്ള വേരിയന്റിലേക്ക് വരുമ്പോൾ അഡീഷണലി നിങ്ങൾക്ക് സൺറൂഫ് വരുന്നുണ്ട്, ഓട്ടോ ഹെഡ്ലൈറ്റ്, ഓട്ടോ വൈപ്പറും വരുന്നുണ്ട്. പ്രൈസ് ആണെങ്കിൽ 40,000 രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നത്. അത് ഏത് വേരിയന്റിലാണെങ്കിൽ പ്ലസ് 40,000 രൂപ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് എസ് വേരിയന്റ് എടുക്കാവുന്നതാണ്. DCA ഗിയർ ബോക്സ് ഉള്ള വേരിയന്റ് വേണമെങ്കിൽ നമ്മൾ ക്രിയേറ്റീവ് പ്ലസ് സൺറൂഫ് ഉള്ള പനോറമിക് സൺറൂഫ് ഉള്ള വേരിയന്റിലേക്ക് പോകണം. അതിന്റെ മാനുവൽ വേരിയന്റിന് 14,82,000 രൂപയും DCAക്ക് 16 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. അതായത് ഒരു AMTയിൽ നിന്ന് നിങ്ങൾ DCAക്ക് മാറണമെങ്കിൽ ഏകദേശം 2 ലക്ഷം രൂപയുടെ അടുത്ത് അഡീഷണലി പേ ചെയ്യണം. മാനുവൽ ആണെങ്കിൽ ഏകദേശം 1,80,000 രൂപയുടെ അടുത്ത് അഡീഷണലി പേ ചെയ്യേണ്ടി വരും. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് എൻഡിന്റെ വേരിയന്റ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പനോറമിക് സൺറൂഫ്, 360 ക്യാമറ വിത്ത് ഫ്രണ്ട് സെൻസേഴ്സ്, ബാക്കിൽ ഡിഫോഗർ ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സ്. ഇന്ത്യയിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ആ ഒരു അപ്പർ സെഗ്മെന്റ്, അതായത് ആ വാഹനം കോമ്പീറ്റ് ചെയ്യുന്നത് നമ്മളുടെ ബെർസൈഡക്ക് ZXi വേരിയന്റുമായിട്ടാണ്. അപ്പോൾ അതിൽ വേണ്ട ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും നെക്സോണിന്റെ ആ ക്രിയേറ്റീവ് പ്ലസ് എസ് വേരിയന്റിലും ടാറ്റ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വേരിയന്റ് ഒക്കെ ഡയറക്ട്ലി കോമ്പീറ്റ് ചെയ്യുന്നത് നമ്മളുടെ VXi വേരിയന്റ് ഒക്കെ ആയിട്ടാണ്. അതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചധികം കൂടുതൽ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഈ വേരിയന്റിൽ കാണാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നെക്സോൺ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷനും അല്ലെങ്കിൽ ടാറ്റ റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഗൂഗിൾ ആൻഡ് മോട്ടോഴ്സിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പെരുമ്പാവൂരുള്ള ഗൂഗിൾ മോട്ടോഴ്സിൻ്റെ നമ്പറാണ്. പുതിയ വാഹനം വാങ്ങാനാണെങ്കിലും എക്സിസ്റ്റിംഗ് ഓണർ ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കേരളത്തിൽ എവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വാഹനം ബുക്ക് ചെയ്യാനും ഡെലിവറി ചെയ്യാനും അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.